പാട്ടുകാർക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണ് ഗൾഫ് നാടുകൾ. ജോൽസിനെ അടക്കം ഈ ഗൾഫ് നാടുകളിൽ നിന്നാണ് നമ്മുടെ മലയാള പാട്ടുവഴികളിലേക്ക് എത്തിയത്. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വേദികളിലും തരംഗമാകുന്ന അബുദാബിയിലെ ഒരു കുഞ്ഞു പാട്ടുകാരിയാണ് അറേബ്യൻ സ്റ്റോറീസ് ഇനി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. अल्लाह ही अल्लाह किया करो, दुख न किसी को दिया करो, जो दुनिया का मालिक है नामों सी का लिया करो. അബുദാബിയിലെ ഒരു കുഞ്ഞു പാട്ടുകാരിയെ പരിചയപ്പെടുത്തുകയാണ് അറേബ്യൻ സ്റ്റോറീസ്. വേദികളിൽ ഉപരി സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും തരംഗമായി മാറുകയാണ് ആയിഷ അബ്ദുൽ ബാസിദ് എന്ന കൊച്ചു ഗായിക. അബുദാബി മോഡൽ സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കി. هو الفريقين من نرب ومن نجمي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. യൂട്യൂബിലും ഫേസ്ബുക്കിലും കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പിന്നെ വീഡിയോ ഷെയർ ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യലുണ്ട്, പിന്നെ കുറേ ആൾക്കാർ എന്നെ വിളിക്കലുണ്ട്, കുറേ പാട്ട് തരാറുണ്ട്. പിന്നെ ആരും ഞാൻ കണ്ടിട്ടില്ല, ശരിക്കും അതാ രസം. ആരും ഞാൻ കണ്ടിട്ടില്ല, ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ 6ാമത്തെ വയസ്സിലാണ് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. സാറിൻ്റെ പേര് സഞ്ജയ് എന്നാണ്. പിന്നെ ഞാൻ 4 വർഷം പഠിച്ചു മ്യൂസിക്. ഐഷയ്ക്ക് കുഞ്ഞുനാൾ മുതൽ സംഗീതം മുതൽക്കൂട്ടായത് ഗായികയായ തന്റെ ഉമ്മയുടെ താരാട്ടുപാട്ടുകൾ കൊണ്ട് തന്നെയാണ്. രണ്ടാടും കൂടിയുള്ള പാട്ട് ഇപ്പോഴും ഒരു കോമ്പിനേഷനായി തന്നെ തുടരുന്നു. അങ്ങനെ ഓരോ സോങ്ങും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാമതായി തന്നെയുണ്ട്. സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൻ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ, ആഴിരുൾ മൂളിയ മാനസസാനുവിൽ പാൽക്കതിരായി പടർന്നുവെങ്കിൽ, ആഴിരുൾ മൂളിയ മാനസസാനുവിൽ പാൽക്കതിരായി പടർന്നുവെങ്കിൽ, സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൻ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ. ഉറുദു, ഹിന്ദി, അറബിക്, ഇംഗ്ലീഷ്, കന്നഡ തുടങ്ങി 10ൽ പരം ഭാഷകൾ, ഗസൽ, ക്ലാസിക്കൽ, ഹിന്ദുസ്ഥാനി, അങ്ങനെ സംഗീതത്തിന്റെ എല്ലാ മേഖലയും ആയിഷ അനായാസം കൈകാര്യം ചെയ്യും. ചെറുപ്പം തൊട്ടേ പാട്ടിനോടൊരു ഇഷ്ടം കാണിച്ചിരുന്നു. ഞാൻ പാടുന്ന പാട്ടൊക്കെ അതേപടി പഠിച്ച് അങ്ങ് പാടും, ഏത് ടൈപ്പാണെങ്കിലും. പിന്നെ താരാട്ട് പാട്ടായാലും താരാട്ട് വേഗം അങ്ങ് ഇഷ്ടത്തോടു കൂടി തന്നെ പാടാൻ ശ്രമിക്കും. അത് കൂടുതൽ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ സ്കൂളിലെ കോമ്പറ്റീഷൻ ആണെങ്കിലും ഏത് ടൈപ്പ് പാട്ടാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള പാട്ട് ചൂസ് ചെയ്ത് കൊടുക്കും. പിന്നെ അതിൻ്റെ വരികളുടെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതുപോലെ തന്നെ പാടാൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ പാടാറുണ്ട്. അവൾക്കെന്നെ ഇഷ്ടം പാടാൻ, അവൾക്കെന്നെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം പാടാൻ. दुनिया बनी है जब से लाखों करोड़ों आए बाकी रहा न कोई. ഓൺലൈനിലൂടെ പാട്ടുകൾ ലോകത്തിലേക്ക് എത്തിക്കുന്ന ആയിഷയ്ക്ക് ഇംഗ്ലണ്ടിൽ അൽ മുബാറക് റേഡിയോയിൽ വരെ അവസരം ലഭിക്കുകയുണ്ടായി. മാഹി സ്വദേശികളായ അബ്ദുൽ ബാസിദ്, തസ്നീം ദമ്പതികളുടെ 3 കുട്ടികളിൽ ഒന്നാമത്തെ കുട്ടിയാണ് ആയിഷ. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കുന്ന പാട്ടുകൾ, നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ അതേപടി ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ടൊരു ശ്രമം ചെറുപ്പത്തിലുണ്ടായിരുന്നു. പിന്നെ വൈഫും പാടുന്നത് കൊണ്ട് എന്തായാലും ആ ഒരു രുചി ഉണ്ടാവും എന്നുള്ളത് ഒരു ഉറപ്പുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ പാട്ടുകൾ പഠിപ്പിച്ചു തുടങ്ങി. അതിൻ്റെ അതേ ഫീലിൽ പാടാനുള്ള ശ്രമം അവളുടെ ഭാഗത്തുനിന്നുണ്ടായി.
ഗിത്താർ, ഹാർമോണിയം, വയലിൻ തുടങ്ങി സംഗീത ഉപകരണങ്ങളും ഈ കുട്ടി അനായാസം കൈകാര്യം ചെയ്യും. കഴിഞ്ഞ 4 വർഷമായി ഹിന്ദുസ്ഥാനി സംഗീതം കൽക്കത്ത സ്വദേശി സഞ്ജോയ് മാഷിന്റെ കീഴിൽ അഭ്യസിച്ചു വരികയാണ് ഈ മിടുക്കി. മറ്റൊരു അധ്യാപിക സ്വന്തം ഉമ്മ തന്നെ. സ്കൂൾ കലോത്സവങ്ങളിലും UAE കലാവേദികളിലും തിളങ്ങുകയാണ് ആയിഷ. സ്റ്റേജിൽ കയറുമ്പോൾ ഫസ്റ്റ് എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ പാടി തുടങ്ങുമ്പോൾ പ്രശ്നമില്ല. 29 വീഡിയോസ് പോസ്റ്റ് ചെയ്തു യൂട്യൂബിൽ. പിന്നെ ഇനി പാടാൻ തീരുമാനിക്കുന്നത് ഒരു അറബിക് പാട്ടാണ്, ഒരു അസ്മാൽ ഹുസ്ന എന്ന് പറഞ്ഞിട്ട്. പഠനത്തിലും ഒന്നാമതുള്ള ആയിഷയ്ക്കൊപ്പം സ്കൂൾ ടീച്ചേഴ്സും രക്ഷകർത്താക്കളും പരിപൂർണ പിന്തുണയുമായി കൂടെയുണ്ട്. യൂട്യൂബിൽ ഇതിനോടകം 100-ലധികം പാട്ടുകൾ ഈ മിടുക്കി പാടി അപ്ലോഡ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പാട്ടിന്റെ ചിത്രീകരണവും എഡിറ്റിംഗുമെല്ലാം വാപ്പ അബ്ദുൽ ബാസിദ് സ്വന്തമായി തന്നെ ചെയ്യുന്നു. അബുദാബി ഗവൺമെന്റിന്റെ ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനായ അബ്ദുൽ ബാസിദ് ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്തിയാണ് ചിത്രീകരണവും എഡിറ്റിംഗും അപ്ലോഡിംഗുമെല്ലാം. ഇതിനായി വീട്ടിൽ ഒരു റൂം തന്നെ സ്റ്റുഡിയോയായി സജ്ജീകരിച്ചിരിക്കുന്നു. 19 വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തു. മോളുടെ മാത്രമേ ചെയ്യാറുള്ളൂ. ഒന്നാമത് ഇതിനോടുള്ള ഇൻട്രസ്റ്റ്, പിന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയായി ഭംഗിയായി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അതുകൊണ്ട് വോയിസ് ക്ലാരിറ്റിയും അതുപോലെ പിക്ചർ ക്ലാരിറ്റിയും കൃത്യമായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പഠിച്ചതാണ്. യൂട്യൂബിൽ നോക്കിയിട്ട് ആക്കിയിട്ട് പിന്നെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് അനുസരിച്ച് ഫീഡ്ബാക്ക് വരും. അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാറുണ്ട്. പഠനത്തോടൊപ്പം കലാരംഗത്തും എപ്പോഴും ഒന്നാമതെത്താൻ ഈ കുഞ്ഞു കലാകാരിക്ക് കഴിയട്ടെ എന്ന് അറേബ്യൻ സ്റ്റോറീസ് ആശംസിക്കുന്നു. കൊണ്ടേ കാണാവൂ മുന്നിൽ കാണും മികവല്ലതിനും പിന്നെ